ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ടൊരു കുക്കിംഗ് വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ വാഴയ്ക്ക വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതാണ്. അപ്പം നമുക്ക് നല്ല ഫ്രഷ് വാഴയ്ക്ക പറിച്ചിട്ട് വരാം. ഇതെൻ്റെ അനിയത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് വാഴയ്ക്ക പറിച്ചിട്ട് വരാം. എന്താ, നമുക്കൊരു വാഴയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാഴയ്ക്ക ഒന്ന് കഴുകി വെക്കണം. എൻ്റെ അനിയനും അവിടെ കൂട്ടിനുണ്ട്, അപ്പോൾ അവനവിടെ പണി ചെയ്തിട്ടിരിക്കുകയായിരിക്കും. അപ്പം വാഴയ്ക്ക വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പലിനൊക്കെ അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ഇവിടെ കയറി ഒന്ന് ഇരിക്കാം. അപ്പം നമ്മുടെ വാഴയ്ക്ക് ഏതാണ്ട് ഇരിപ്പുണ്ട് ഇപ്പം. അപ്പം എൻ്റെ അനിയെ വിറകൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വിറക് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നിങ്ങൾ തിരിച്ചു ഞാനല്ലേ കത്തിക്കുന്നത്? അവൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി വഴക്കുണ്ടാക്കി നമ്മൾ. ഇങ്ങനെ എല്ലാവരും കാണണ്ടേ? അപ്പം ഇതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി എളുപ്പമായിരിക്കും. മരപ്പൊടി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഇവിടെ വീട്ടിൽ കണ്ടോ എന്തോരം മരപ്പൊടിയാണ് കിടക്കണം നോക്കിക്കേ. അപ്പം നമുക്ക് നേരെ ഇതിങ്ങനെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളെ പാത്രം സെറ്റാക്കി എണ്ണയെ ഇത്തിരി ചൂടാക്കാൻ വയ്ക്കണം. അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ പാത്രം. അപ്പം ആ പാത്രത്തിനെ ഇവിടെ സെറ്റാക്കി വയ്ക്കുക. അതിന് മുമ്പേ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റാണ്. നമ്മുടെ വാഴയ്ക്ക അരിഞ്ഞ് വച്ചതിന് ശേഷം അതിനെ കലക്കി അതിൽ ഇതാക്കി വയ്ക്കുക എന്ന് പറയുന്നതാണ്. ഞാനിപ്പം ആദ്യം എൻ്റെ അനിയത്തി ഗൈസ് കണ്ടോ, നല്ല ടേസ്റ്റി അല്ലാത്ത ഉപ്പിന് ഇത് നക്കി തിന്നിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഇതിനിടയിൽ അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്ത് വെച്ചതാണ്. ഇപ്പം നമുക്ക് അരിയാൻ ഇവിടെ കത്തിക്കുന്ന പരിപാടിയിലാണ് നിൽക്കുന്നത്. നമുക്കിതിന് അരിഞ്ഞു കൊടുക്കണം. ഇനി അരിയാൻ കത്തി വേണ്ടി ആ കത്തി എടുത്തിട്ട് വരാം മക്കളെ, പ്ലീസ്. ഓക്കെ, അപ്പം ഗൈസ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വാഴയ്ക്ക കാണുന്നുണ്ടല്ലോ നിങ്ങൾ എൻ്റെ കൈ. എൻ്റെ അനിയൻ കുക്കിങ്ങിന് ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ക്യാമറ ഒക്കെ ഒത്തിരി ഒന്ന് സെറ്റാക്കി വെച്ചു. എനിക്കിപ്പോൾ എന്നെ കാണുന്നുണ്ടല്ലോ, വൃത്തികേടായിട്ടിരിക്കും. സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കത്തിയില്ലാത്തോടെ അറുപ്പത്തി, നമ്മുടെ ഇതിൽ കുക്കിംഗ് സെറ്റിലുള്ള അറുപ്പത്തി വെച്ചാണ് ഞാൻ അറുത്തിട്ടിരിക്കുന്നത്. അറുക്ക ഇത്തിരി പാടാനുള്ള സാധനമാണ്. ഇത് കത്തി എടുത്തിട്ട് വരുന്നുണ്ട്. വെച്ച് അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലോ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നമുക്കിതൊന്ന് സെറ്റാക്കാം. അപ്പം നല്ല വാഴയ്ക്ക ഇരിപ്പുണ്ട് ഇതിൽ. നമുക്ക് ഇതിനെ അരിഞ്ഞു കൊടുക്കാം. കത്തി ചേച്ചി അതിട്ടടുത്ത് ഞാനെന്തോ ഇടണം? ഞാനിതാ അരിഞ്ഞിട്ടുണ്ട്. വെയിറ്റ്, ഇപ്പോൾ ഒന്നും ചെയ്യരുത്. അവന് പ്ലേറ്റിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വാഴയ്ക്ക മതി. ഈ വാഴയ്ക്ക ഒന്ന് അവിടെ വയ്ക്കൂടാ. അപ്പോൾ ഇത്രയും വാഴയ്ക്ക നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയുള്ള തൊലിയൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വേണ്ടേ? വേണം 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 എടുക്കല്ലേ, അത് കുറച്ച് എണ്ണ ഉള്ളൂ.
പൂച്ച ഉണ്ടോ? അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ കരിമ്പുലി വന്ന് കാണിച്ചു ഒത്തിരി സൂം ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. ഇല്ല കണ്ടോ എൻ്റെ അകത്തെ ഇടയിൽ നിപ്പുണ്ട്. കണ്ടോ കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളാണ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. കരുതുന്നു കണ്ടോ എന്തോ കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ നിപ്പുണ്ട്. അപ്പം നമ്മുടെ സൂമിൽ നിന്ന് വിടാണ്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ വച്ചതിന് ശേഷം തീ കത്തിച്ചിട്ട് അതിന്റെ പുറത്താണെങ്കിൽ ഇതിനെ അരിഞ്ഞു കൊടുക്കണം. ആദ്യം തന്നെ നമ്മുടെ വാഴയ്ക്കേനെ 2 കഷ്ണം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം. ഒത്തിരി എനിക്കോ മക്കളെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു ഒന്നിഞ്ഞെടുത്ത്. ഇത് നമ്മുടെ വാഴയ്ക്കയിലുള്ള ഈ തൊലീന്ന് അത്ര എടുത്ത് മാറ്റി കൊടുക്കാം. ശരിക്കും ഈ വാഴക്കത്തോരൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ തൊലിയൊന്നും ഇളക്കാറില്ല. എന്നാലും എനിക്കൊന്ന് തൊലി ഇളക്കി ചെയ്യാൻ ഒരാഗ്രഹം. പ്രശ്നം തൊലി ഇളക്കിയാണ് ചെയ്യുന്നത്. ഇതുവരെയ്ക്കും വാഴയ്ക്ക ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുക്കിങ്ങിന് അധികം ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും നടക്കത്തേ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇനിയിപ്പോൾ ആരാണ് ഈ ക്യാമറ ഹാൻഡിൽ ചെയ്ത് തരുന്നതെന്ന്. ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ലോ വോയിസിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കും. നോർമൽ ക്യാമറയിൽ ചിലവർക്കൊന്നും ഇങ്ങനെ യൂട്യൂബേഴ്സിന് തന്നെ ബിഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞൂടായിരിക്കും. എനിക്കും അറിഞ്ഞൂടാ. എനിക്ക് ഡാൻസ് വീഡിയോസൊക്കെ ബിഗ്ഗായിട്ട് ഷൂട്ട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതെനിക്ക് ഇങ്ങനെയൊന്നും ഇതുവരെയ്ക്കും ഇവിടുത്തേക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ബിഗ് വീഡിയോസ് ഇടാൻ എനിക്കറിയാം. ഇങ്ങനത്തെ ബിഗ് വീഡിയോസാണ് ഇങ്ങനെ കുക്കിംഗ് ബിഗ് വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് നല്ല അറിയാം. നല്ല എളുപ്പമാണ് ഇടാൻ. അത് എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. ക്യാമറ എടുത്ത് വീഡിയോ എടുത്തതിന് ശേഷം അതിനെ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ യൂട്യൂബിൽ പോകുമ്പം യൂട്യൂബിൻ്റെ നടുക്കൊരു പ്ലസ് സിമ്പൽ കിടക്കും. അതിൽ ഒരു ബിഗ് വീഡിയോ ഷോർട്സ് അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും. അപ്പം ആ ബിഗ് വീഡിയോന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൽ കുറച്ച് നല്ല വലിയ വീഡിയോസൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോനെ ക്ലിക്ക് ചെയ്ത് അതിനെ അപ്ലോഡിലോട്ട് കൊടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഇപ്പം വർത്തമാനം പറഞ്ഞു നമ്മുടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയൻ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവൻ ഇത്രയും നേരം കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇരുന്നത്. തീ കത്താനില്ല പറഞ്ഞിട്ട് ഇത്തിരി എടാ ഇത്തിരി വുഡ് പൊടി എടുത്തിട്ട് കുറേ ഇട്ടു. വുഡ് പൊടി കുറേ ഇട്ടെന്ന് പറയുന്നു. വുഡ് പൊടിയല്ല മരപ്പൊടി കുറേ ഇട്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കവർ നിറച്ച് മരപ്പൊടി എടുത്ത് പറക്കി വെച്ചിരിക്കുന്ന ചെറുക്കനാണിത്. ആ കവറൊന്ന് കാണിച്ചു കൊടുക്കടാ. കണ്ടത് ഫുള്ള് മരപ്പൊടിയാണ് അവൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ അത്ര പുക പറന്ന് വരുന്നുണ്ട്. ആർക്ക് പോയാ എൻ്റെ കവിളിലെന്തോ ഇരിക്കണമെന്ന് എൻ്റെ അനിയത്തി പറഞ്ഞു തന്നു. കറയാക്കി പോയാ സാമ്പാർ പിന്നെ നല്ല രീതിയിൽ വാഴയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഇനിയില്ല മസാല പുരട്ടി വയ്ക്കണം എന്നാണ് ഒരിത്. അപ്പം നമുക്ക് കത്തിനെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഒരു പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ കുശലം പറഞ്ഞിട്ടിരുന്നതായിരുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള ഇത്തിരി എണ്ണ നമുക്ക് ഇത്തിരി സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇവനാണെങ്കിൽ ഇത് ഇങ്ങനെ പോയതുകൊണ്ട് എൻ്റെ അനിയത്തിയാണെങ്കിൽ ഉപ്പ് അത്രയും തീർക്കുകയാണ്.
കഴിച്ച് തീർത്തിട്ടിരിക്കുന്നു. അതുകൊണ്ട് അത്രയും ഞാൻ എൻ്റെ തട്ടാൻ പോവാണെങ്കിൽ അത്രയും ആവശ്യമുണ്ട്. എന്നാലും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അവളതിനകത്ത് പിണങ്ങി. ചേച്ചി ഇത്തിരി മുളക് പൊടി ഇട്, അടുത്ത എണ്ണയും കൂടി ഇട്. ഇട്ടു. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എണ്ണ. പ്ലേറ്റ് കൊടുക്കോ കുട്ടി വാങ്ങിച്ചിട്ടായ അയ്യോ എന്നാ ഇതിൽ വാങ്ങിച്ചു. അതിൽ വാങ്ങിച്ചിട്ട് അല്ല ഇതിൽ വാങ്ങിച്ചിട്ട് ചേച്ചിയും കൂടെ ഇത്തിരി കൊണ്ടുവരണം ഇതിന്. ഇത്തിരി എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വിരവി പറക്കി കൊടുക്കാം. ഇനി സ്പൂൺ വെച്ചൊന്ന് തോണ്ടിക്കൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്ക് പറയുക.